മനുഷ്യ മനസാക്ഷികളെ ഞെട്ടിച്ച നരബലി എന്ന കോൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കി റോഷൻ കോന്നി സംവിധാനം ചെയ്ത കിരാത എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ക്രൂ മെമ്പേഴ്സ് ആണ് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്. ഇപ്പൊ അന്ധവിശ്വാസം കൂടുതലായിട്ട് കണ്ടു തുടങ്ങാണ്. അനുമോൾ അതിൽ കഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. അപ്പൊ അനുമോൾ എവിടെ അഭിനയിക്കുകയോ അഭിനയിക്കാതിരിക്കുകയോ കൂടോത്രം നടത്തുകയോ നടത്താതിരിക്കുകയോ പാവയെ കൊണ്ട് പോവുകയോ പോവാതിരിക്കുകയോ അത് വിവരമുണ്ടാവണം. കിരാതയുടെ ഇന്റർവ്യൂവിൽ ആങ്കർ ചോദിക്കുകയാണ്, പള്ളിയിലച്ചൻ പട്ടം സ്വീകരിച്ചതുപോലെ രജിത് സാറ് ഷണ്ടത്വം സ്വീകരിച്ചു. അവനവനെ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കിരാതയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നത്. നിങ്ങൾ തന്നെ എന്നെ സ്ത്രീ വിരുദ്ധൻ നേരത്തെ പറഞ്ഞെങ്കിൽ ഇന്ന് സ്ത്രീകളാണ് എൻ്റെ ഏറ്റവും കൂടുതൽ. ഞാൻ എൻ്റെ അമിതമായ ലൈംഗിക ആസക്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, സെക്ഷൽ ഡിസയർ. നിങ്ങൾക്ക് തന്നെ അറിയാം, ആണുങ്ങളാണോ ഈ ഇൻസ്റ്റാഗ്രാമിനകത്ത് വന്ന് തുണി മാറ്റി പ്രദർശിപ്പിക്കുന്നത്, അതോ കുറേ സ്ത്രീകളാണോ അതിനകത്ത് വന്ന് തുണി മാറ്റി പ്രദർശിപ്പിക്കുന്നത്? മോള് പറഞ്ഞേ, ഞാൻ മോളൊരു കാര്യം ചെയ്യാം, ഞാൻ പോകുമ്പോൾ ഒരു ഫോട്ടോ വന്നേക്കണം, എനിക്കൊന്ന് പൂജാമുറിയിൽ വെച്ചിട്ട് ആരാധിക്കാൻ വേണ്ടി. ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. കൺട്രോൾ, ഞാൻ പറഞ്ഞു, ഒരാളുടെ ലൈംഗികാസക്തി ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. എല്ലാവരുമായി കൺട്രോൾ. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് കൊച്ചിറങ്ങി വരുമ്പോൾ സ്വന്തമായി കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. പിന്നെ അതിന് കൺട്രോളിങ് കൊടുക്കണം. അതിന് കൺട്രോളിങ് കോച്ചിങ് കൊടുക്കണം. അവര് സർട്ടിഫിക്കറ്റ് ആണ് തന്നത്. കാരണം യു സർട്ടിഫിക്കറ്റ് ഉള്ളതിൽ ലൈംഗിക ഉദ്ദീപനമായ സീനുകൾ വരാറുണ്ട്. കേൾക്കണോ സിനിമകളുടെ പേര്?